പോകുന്നത് നേരെ എറണാകുളത്തേക്കാണ്. കാരണം ഈ മറ്റിടങ്ങളിലേക്ക് പോലെ തന്നെ വലിയ ഉരുൾപൊട്ടലും കാര്യങ്ങളും മണ്ണിടിച്ചിലൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും എറണാകുളത്തും ശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഈ മഴയെ തുടർന്ന് കോതമംഗലത്ത് പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞു, മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി, ഉരുളൻ തണ്ണിയിലും വെള്ളം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ബ്ലാവനയിൽ വെള്ളം ഉയർന്ന് ജങ്കാർ സർവീസ് അസാധ്യമായതോടെ നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, സാഹചര്യം എന്താണ്? ഇപ്പോഴും തോരാതെ പെയ്യുന്നു പലയിടങ്ങളിലും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോട്ടയവും ഇടുക്കിയുമായി അടുത്ത് കിടക്കുന്ന കോതമംഗലത്തെ തന്നെയാണ് മഴ കാര്യമായി ബാധിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കോതമംഗലത്ത് രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉരുളൻതണ്ണിയിലും വെള്ളം ഉയർന്നിരിക്കുകയാണ്. നേരത്തെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചപ്പാത്ത് വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കൂടാതെ ബ്ലാവനയിൽ വെള്ളം ഉയർന്ന ജങ്കാർ സർവീസ് അസാധ്യമായി. ഇതോടെ ആദിവാസി മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഉറിയമ്പട്ടി, വെള്ളാരംകുത്ത്, കുഞ്ചിപ്പാറ, തലവച്ചപാറ, തേര തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നു. ആ ഭാഗങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടുന്ന് ജനങ്ങൾക്ക് ജനജീവിതം ദുസ്സഹമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഉരുളൻതണ്ണിയിൽ വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കോട്ടയവും ഇടുക്കിയുമായി അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കോതമംഗലം. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായാൽ, വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ അത് കാര്യമായി ബാധിക്കുന്നത് കോതമംഗലത്തെ തന്നെയായിരിക്കും. ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കോതമംഗലത്തെ പല ഇടങ്ങളും ഒറ്റപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിൽ ആകമാനം മഴ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിലും ഇപ്പോൾ വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സേതു മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സേഫായിട്ടിരിക്കൂ സഹിൻ ആന്റണി.